എടപ്പാൾ അയലക്കാട് സംഘവേദി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ സുമി വാസുദേവൻ എൻഡോമെന്റ് വിതരണം ചെയ്തു. എടപ്പാൾ അയലക്കാട് സംഘവേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് സുമി വാസുദേവൻ എൻഡോമെന്റ് വിതരണം ചെയ്തു. ചടങ്ങ് CI ശശീന്ദ്രൻ മേലയിൽ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഒരു പെട്രോൾ പമ്പിൽ പണിക്കാരനായിരുന്നു. ഒമാനിലോ യമനില് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് എന്താണെന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. യമനിലെ നാണയങ്ങൾക്ക് ഭയങ്കര ഷോർട്ടേജ്. നമ്മളിവിടുത്തെ 10 രൂപ 5 രൂപയുടെ കോയിൻസ് ഉണ്ടല്ലോ, അതേപോലത്തെ കോയിൻസിന് ഭയങ്കര ഷോർട്ടേജ്. സർക്കാർ വീണ്ടും കോയിൻസ് കുറെ അടിച്ചു. എത്ര അടിച്ചിട്ടും കോയിൻസ് കുറച്ച് എനിക്ക് ഷോർട്ടാവുക. സർക്കാർ അന്വേഷിക്കാൻ ആളെ വെച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു പെട്രോൾ പമ്പിലെ പണിക്കാരൻ കോയിൻസ് മേടിക്കുക. 100 രൂപയുടെ കോയിൻസ് കൊണ്ടേ കൊടുത്താൽ 125 രൂപയുടെ നോട്ട് അയാൾ തരും. 100 രൂപയുടെ കോയിൻസ് കൊടുത്താൽ അയാള് 125 രൂപ വരും. ജനങ്ങൾ മുഴുവൻ എന്ത് ചെയ്തു? കോയിൻസ് കളക്ട് ചെയ്ത് പെട്രോൾ പമ്പിലേക്ക് കൊടുക്കും. അപ്പോഴോ ഇയാള് 100 രൂപയുടെ കോയിന് പകരം 125 രൂപ തിരിച്ചു കൊടുക്കും. ഇയാൾ കണ്ടുപിടിച്ചൊരു കാര്യം എന്താണെന്നറിയോ? 100 രൂപയുടെ കോയിനില് 1000 ചില്ലറ ഉൾപ്പെടെ വെള്ളിയുണ്ട്. ഇയാൾ ഈ കോയിൻ മുഴുവൻ മേടിച്ച് ഉരുക്കി വിറ്റിട്ട് ഗംഭീര പണക്കാരനായിട്ട് പിടിക്കാൻ വരുമ്പോഴേക്കും അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ബുദ്ധി പോയ വഴിയാണ് ബിസിനസ് അക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ട്രസ്റ്റ് ചെയർമാൻ TP മോഹനൻ അധ്യക്ഷനായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VV രാമകൃഷ്ണൻ, PT മുരളീധരൻ, സുനിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. MP ദേവദാസ് സ്വാഗതവും സംഘവേദി ഗ്രന്ഥാലയം സെക്രട്ടറി V സന്തോഷ് നന്ദിയും പറഞ്ഞു. NCV ന്യൂസ് എടപ്പാൾ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.